ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആത്തിപ്പഴം പറിക്കാൻ ഇറങ്ങിയതാണ്. ഉണ്ടല്ലേ, ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാ എല്ലാം നല്ല പരുവത്തിന് പഴുത്ത് നിൽക്കുക. അപ്പം വലിയൊരു അതിശയമായേക്കുന്നു. ഇത് വവ്വാൽ കൊണ്ടുപോയില്ല, കണ്ടോ? എന്ത് പറ്റിയെന്നറിയത്തില്ല. വവ്വാൽ ഇനി വവ്വാലിൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ട് നമുക്ക് നിർത്തിയിരുന്നതായിരിക്കും. ഇത് നമുക്കൊന്ന് പിച്ചെടുക്കാം. ഒരെണ്ണം പിച്ചെടുത്തു. ഇനി അടുത്തത് വേണ്ട പഴുത്തേക്കുന്ന, അതോടെ ഒടിച്ചെടുക്കാം. എൻ്റെ ഞെടുപ്പിന് നല്ല കട്ടി കണ്ടില്ലേ? എത്ര എടുത്തിട്ടും അത് ഇരിഞ്ഞു വരുന്നില്ല. ആ, കിട്ടി കിട്ടി കിട്ടി. ഇനി കുറച്ചുകൂടെ നിൽപ്പുണ്ട്. അത് മണ്ടയ്ക്ക് നിൽക്കുക. അതുകൊണ്ട് മണ്ടയ്ക്ക് നല്ലൊരു ചുമന്നത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ? നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പ്രത്യേക രീതിയിലാണ് ഞാനിത് കഴിച്ച് കാണിക്കുന്നത്. ഇത് നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് പറയുക. അപ്പോൾ നമ്മളിത് ഊരുന്നത് ഇങ്ങനെ തിരിച്ചാൽ മതി. ഇത് നല്ലതുപോലെ പഴുത്തതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് എളുപ്പം കിട്ടും. കണ്ട, അപ്പോൾ അതിനകം കണ്ടില്ലേ? ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നല്ല ഭംഗിയാണ്. കണ്ടോ? ഞാനിതൊരു വെറൈറ്റി രീതിയിലാണ് കഴിക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചാൽ. കണ്ടില്ലേ? ഇതിലോട്ട് നമ്മൾ ഉപ്പ് പൊടിയും മുളകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇടുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ അടത്തി കുറച്ചെടുത്ത് കഴിക്കാം. എന്താ ഒരു ടേസ്റ്റ്! എരിയും പുളിയും മധുരം ഉപ്പും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.